त्वद्रूपं वनमाल्यहारपडलश्रीवत्सदीप्रं भजे. തുടങ്ങും. ഈശ്വര എന്താ നിൽക്കുന്നറിയോ? നോക്കൂ. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അല്ല, നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞു അല്ലേ? ഓണാഘോഷമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നില്ലേ എല്ലാവരുടെയും? എനിക്ക് നല്ല നന്നായിരുന്നു കേട്ടോ ഓണം. കാരണം ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഓണത്തിനോട് ബന്ധപ്പെട്ട് അത്തത്തിനാൾ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് കേമായിട്ട് ആഘോഷിച്ചു. പതിവില്ലാത്ത പോലെ രാജേട്ടൻ അത് ഞാൻ അറിയാണ്ട് തന്നെ സദ്യയൊക്കെ ബുക്ക് ചെയ്തു. അങ്ങനെ അതങ്ങനെ ആഘോഷിച്ചു. അച്ഛനും മക്കളെ കൂടി മുൻകൈ എടുത്ത് അങ്ങനെ ചെയ്തു. അധികം ആൾക്കാരില്ല. എൻ്റെ കുടുംബവും പിന്നെ ഇവിടുത്തെ കുടുംബവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് പേര് എൻ്റെ ഫ്രണ്ട്സായിട്ട്, കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ സ്കൂളിലത്തെ ടീച്ചർമാർ, പിന്നെ എൻ്റെ തിരുവാതിരക്കളി സംഘം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനൊക്കെ വിചാരിച്ചേക്കാളും ഭംഗിയായി. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം മക്കളൊക്കെ പറഞ്ഞു, ഗോപനൊക്കെ പറഞ്ഞു, അമ്മയ്ക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ലല്ലോ. ബട്ട് ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ വീഡിയോ പിടിക്കുമല്ലോ. ഞാൻ തന്നെയാണല്ലോ എൻ്റെ വീഡിയോഗ്രാഫറും എൻ്റെ എഡിറ്ററും ഒക്കെ ഞാൻ തന്നെയല്ലേ, പാവം ഞാനല്ലേ. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മയ്ക്ക് പറ്റില്ലല്ലോ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എന്തായാലും അവൻ്റെ ഫ്രണ്ട് ഒരാളുണ്ട്, അവൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയാണ്, അവനിപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ് നന്നായിട്ട്. അവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞിട്ട് ഈ എല്ലാ വീഡിയോ എടുത്തു. എൻ്റെ സന്തോഷം, എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെ സന്തോഷം, അതിനുവേണ്ടി തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തത്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഓണം വന്നു. അപ്പോൾ ഓണം വന്നപ്പോൾ സദ്യ ഉണ്ടാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോയി. പിന്നെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ രാജേട്ടൻ തന്നെ ഒരു അനിയത്തിൻ്റെ ശാന്തയുടെ മോൻ്റെ വീട്ടിൽ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അവിടെ പോയി ഗംഭീരമായിട്ട് അവിടെ ആഘോഷിച്ചു. അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിലും പോയി. അങ്ങനെയൊക്കെ ഓണം ആഘോഷിച്ചു. അതിനിടയ്ക്ക് സ്കൂളിലത്തെ പരിപാടി, അത് പിന്നെ പറയണ്ടല്ലോ. ഓണത്തിന് നാളെയായിരുന്നു സ്കൂളിലത്തെ പരിപാടി. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരെ കണ്ടു. എൻ്റെ കൂടെ പഠിച്ചവരും ഞാൻ പഠിപ്പിച്ച കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിച്ചു. അത് സന്തോഷമാണ്. ഒക്കെ ഒരു ബഹളമായിരുന്നു കേട്ടോ മൊത്തം ഓണത്തിന്. പിന്നെ ഞാൻ എല്ലാ ഞായറാഴ്ചയും രാത്രി ഒരു 8 മണിക്ക് ശേഷം 8-നും 9-നും ഇടയ്ക്കുള്ള സമയത്ത് 5 കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മലയാളത്തിലുള്ള കഥകൾ. മെക്സിക്കോയിലുള്ള കുട്ടികളാണ്, അവർക്ക് വേണ്ടിയിട്ട് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഞാൻ ചിലപ്പോൾ ഞാനിങ്ങനെ കഥ പറയുമ്പോൾ ഇപ്പുറത്തെ ഞാനത് വീഡിയോ നമ്മുടെ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെൻ്റെ സ്കൂളിൽ എൻ്റെ ടീച്ചറുടെ മകൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്, അല്ലാണ്ട് വേറെ ആർക്കുമല്ല. പിന്നെ പിറന്നാളിനാണെങ്കിൽ എനിക്ക് നല്ല ഗംഭീര പിറന്നാളായല്ലോ. കുറച്ച് ആൾക്കാരൊക്കെ ക്ഷണിച്ചപ്പോൾ എല്ലാവരും കുറേ പ്രസൻറ്റൊക്കെ തന്നു എനിക്ക് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു പ്രസൻറ്റാണ് കേട്ടത്. ഇത് തന്നത് എൻ്റെ കുഞ്ഞുമോളാണ് കേട്ടോ. അമ്മൂമ്മയ്ക്ക് ഞാനൊരു പ്രസൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ ഇങ്ങനെ പറ്റിച്ച് അമ്മമ്മ വിചാരിച്ച അമ്മമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ പ്രസൻറ്റേഷനായിരിക്കും ഇത്, ഏറ്റവും ഇഷ്ടമുള്ള അമ്മമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. ഭയങ്കര സർപ്രൈസായിട്ടാണ് കൊണ്ടുവന്നേട്ടോ. നാളെ മാത്രമേ പൊളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തലേദിവസം കൊണ്ടുവന്നേട്ടോ. പൊളിച്ച് നോക്കിയപ്പോഴല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ് കേട്ടോ. അതാ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് ആണ് കേട്ടോ. പിന്നെ മാത്രമല്ല ഒരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ എനിക്ക് എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. അതായത് കണ്ടു എന്ത് ഭംഗിയായിട്ടുണ്ടായിരിക്കണം നോക്കൂ, അടിപൊളിയല്ലേ. ആ കുട്ടിയുടെ ഒരു ഭയങ്കര കലാകാരിയാണ് കേട്ടോ. നോക്കണ്ട, ചുറ്റും ഇങ്ങനെ ഗിൽറ്റ് പേപ്പറൊക്കെ ഒട്ടിച്ച് ഹാപ്പി ബർത്ത്ഡേ അമ്മൂമ്മ, ഹാപ്പി ബർത്ത്ഡേ, ലവ് ചിഹ്നും അതും ഇതൊക്കെ ഉണ്ട് കുറേ എന്താ ഭംഗിയായിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പടമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കേട്ടോ. ഉണ്ട് ദേ എൻ്റെ പൊന്നെ ഇതേ കണ്ട കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അപ്പുറത്ത് നിന്ന് ഞാൻ അതിൻ്റെ കേക്ക് മുറിക്കുന്ന ഒരു പടമൊക്കെയാണ് വരച്ചേക്കണത്. ഇതെല്ലാം അവളെ സമയം എത്ര എടുത്തുണ്ടാവൂലേ. എന്താ എഴുതിനെ വായിക്കട്ടെ. ബർത്ത്ഡേ വിഷസ് ടു യു അമ്മൂമ്മ ഫ്രം ശ്രീനന്ദ. എന്താ നല്ല കലാകാരിയാണ് കേട്ടോ അവള്. കേക്ക് 1, 2, 3 നിലയിലുള്ള കേക്കിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് കേക്ക് മുറിക്കണതൊക്കെ കേട്ടോ. അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ? അവളെ നന്നായിട്ടൊന്ന് അഭിനന്ദിക്കണം അല്ലേ. അപ്പോൾ
പിന്നെ എനിക്ക് തന്നിരിക്കുന്ന ഇത് കാണണ്ടേ, പ്രസൻറ്റേഷൻസ് അവൾ തന്നിരിക്കണത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോട്ടാ. തുറക്കട്ടെ, തുറന്നു. ഈശ്വര, എന്താ തന്നിരിക്കുന്നറിയോ? നോക്കൂ. ഒന്ന്, അമ്മുമ്മയുടെ വിരലുമിഴ ചുമന്ന കളറുള്ള നെയിൽ പോളിഷ്, നൈക്ക. ഉണ്ടാ, അതെൻ്റെ കൈമിട്ട് തിന്നു കേട്ടോ, ഒക്കെ പോയിട്ട് നെയിൽ പോളിഷ് കേട്ടോ. പിന്നെ അമ്മൂമ്മയ്ക്ക് മുഖത്തിടാനുള്ള ഒരു എന്താ പറയുക, ഇതിൻ്റെ പേര് കോമ്പാക്റ്റ്. അമ്പോ റോസ് പൗഡറാണ് കേട്ടോ, കോമ്പാക്റ്റ്. എൻ്റെ കുട്ടികളിങ്ങനെ എന്താ അല്ലേ അമ്മൂമ്മ. കോമ്പാക്റ്റ്, അതായത് ഈ സാധനത്തെ ഇങ്ങനെ എടുത്തിട്ട് ആ മുഖത്ത് ഇങ്ങനെ ഇടാന്ന്, മനസ്സിലായില്ലേ? റോസ് പൗഡർ കേട്ടോ അത്, കോമ്പാക്റ്റ്. നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ അവിടെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നതൊക്കെ കേട്ടോ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട്. എൻ്റെ പൊന്നേ, ഉള്ളിൽ വെക്കാം കേട്ടോ. പിന്നെ ഞാനത് സൂക്ഷിച്ചെടുത്ത് വെച്ചു. അപ്പോൾ എന്തായാലും അത് എടുത്തപ്പോഴാണ് എന്താ ഞാൻ ഇത് വീഡിയോ ചെയ്യാം, നിങ്ങളെ കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ചത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത്, ഇതെന്താണെന്നറിയോ, നമ്മൾ എന്താ പറയുക, അതായത് ഇത് മുഖത്ത് അങ്ങനെ ഫസ്റ്റ് ഇടുന്ന ഒരു ബേസാണ് കേട്ടോ. ഇതിനിട്ടാൽ നമ്മൾ ഈ പണ്ട് ഡാൻസൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ തേക്കില്ലേ, ആദ്യം ഇത് മുഖത്ത് തേക്കും. നമുക്കൊന്നും വേണ്ടത്. ഇത് തേച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നിലാണ് നമ്മൾ പൗഡറൊക്കെ ഇടുക കേട്ടോ. അതായത് ബേസാണത് പറയും. പിന്നെ വേറെ സാധനമുണ്ടല്ലോ, സൂപ്പർ ലൈറ്റിൻ്റെ കളർ ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. എൻ്റെ പൊന്നെ, ലിപ്സ്റ്റിക്ക് കേട്ടോ, ലിക്വിഡായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അതായത് ഇങ്ങനെ എടുത്തിട്ട് ഇത് കണ്ട ലിപ്സ്റ്റിക്ക്. പിന്നെന്താണ് ഇത് ബ്ലാക്ക് മാജിക് കാജൽ, കണ്ണെഴുതാനുള്ളത്. എൻ്റെ ഈശ്വര, നമ്മളിതൊന്നല്ല കണ്ണെഴുതാ കേട്ടോ, ഞാൻ എൻ്റെ കൺമഷിയാണ്. ബ്ലാക്ക് മാജിക് ലിക്വിഡ് ലൈനർ, ഐ ലൈനർ. അതായത് ഇങ്ങനെ എടുത്തിട്ട് കണ്ണെഴുതാനുള്ള ഐ ലൈനർ. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാട്ടോ. അതൊക്കെ ലൈറ്റായിട്ട് ഇങ്ങനെ ലൈനായിട്ട് കണ്ണിലെഴുതാം ഇതുപോലെ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിക്കോട്ടോ, ഞാനിതിങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇത് വേറൊരു സാധനമാണല്ലോ എൻ്റെ പൊന്നി. ഇത് ഈ കണ്ണിൻ്റെ എന്താ പറയുക, മിണ്ടയില് പീലി, കൺപീലിയിൽ എഴുതാളാന്നാണ് പറയണത് കേട്ടോ. ഞാൻ കണ്ടിട്ട് പോലില്ല ഭഗവാനെ. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ് കേട്ടോ. ഒന്ന് ഇതിഷ്ടമായി, ബ്യൂടെക്സ്. പിന്നെ എനിക്കിഷ്ടം ഇതാണ്, പൗഡറില്ലേ അത്, അതിഷ്ടം കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് താങ്ക്സ് പറയാം അല്ലേ. പിന്നെ ഒരു നല്ല മൂക്കുത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് നിഷ നല്ലൊരു മൂക്കുത്തി കണ്ട, സൂപ്പർ. എൻ്റെ മൂക്കുത്തി ചെറുതായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒന്നുകൂടി വലിയൊരു മൂക്കുത്തി മേടിക്കണം ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു. ഞാൻ പറയാറുണ്ടായിരുന്നു എനിക്ക് വലിയ മൂക്കുത്തി മേടിക്കണം. അതിനിടയ്ക്ക് മൂക്ക് അടഞ്ഞു പോയി ഓപ്പറേഷൻ്റെ സമയത്ത്. അടഞ്ഞു പോയി മീൻസ് അത് ഞാൻ അന്ന് കാലിൻ്റെ ഓപ്പറേഷൻ്റെ സമയത്ത് ഊരി വെച്ചിട്ട് പിന്നെ ഇടാനായിട്ട് വൈകി പോയപ്പോൾ അതിൻ്റെ തുളയൊക്കെ അടഞ്ഞു പോയി. പിന്നെ രണ്ടാമത് ഇപ്പോൾ കുത്തിയുള്ളൂ, അടുത്ത ദിവസം കുത്തിയുള്ളൂ. അപ്പോൾ ഞാൻ രാജേട്ടനോട് പറഞ്ഞു കേട്ടോ, അതെനിക്ക് വലിയ മൂക്കുത്തി മേടിക്കാം, തൃശ്ശൂർ പോയിട്ട് നമുക്ക് ഒരു പുതിയ തന്നെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ, ഇത് തൽക്കാലം ഇത് തന്നെ നമുക്ക് ഇടാമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഒപ്പിച്ചിട്ടതാണ്. അപ്പോഴാണ് എനിക്കിങ്ങനെ വലിയത് ഇഷ്ടമാണെന്ന് അറിയാം. അപ്പോൾ നിഷ ഉണ്ടല്ലോ എനിക്കൊരു മൂക്കുത്തി. പിന്നെ കുറേ സമ്മാനങ്ങളുണ്ട് കേട്ടോ, സാരിയായിട്ടും സെറ്റും ഉണ്ടായിട്ടും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ എൻ്റെ ഓണം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. ഇനി
ഇനി ഒരു ദിവസം അമ്പലത്തിൽ പോകണമെന്നുണ്ട്. എവിടെ നിന്ന് ഞാൻ ഏറ്റുമാനൂരൊക്കെ പോകണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. അപ്പോൾ ഏറ്റുമാനൂർ പോകണം, വൈക്കം പോകണം എന്നൊക്കെ ചോറ്റാനിക്കര പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പോകണം എന്തായാലും. ഒരു ദിവസം പോകുന്നുണ്ട്. വെക്കേഷൻ്റെ സമയത്ത് ബന്ധുക്കളൊക്കെ കുറച്ച് നമ്മുടെ വീട്ടിൽ വന്നപ്പോഴേ അനുവിൻ്റെ അനു ഗോപൻ്റെ വൈഫുണ്ടല്ലോ, അനുവിൻ്റെ ചേച്ചിയുടെ മോന്, ആ ചേച്ചിയുടെ മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ധന്യ എന്ന പേര്, കോഴിക്കോട് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിൽ വന്നപ്പോഴും ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴും മോനുണ്ടായിരുന്നു. മോൻ നന്നായിട്ട് പാട്ട് പാടും. മോനും പാടും, മോളും പാടും കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ പാടിയ പാട്ട് കേട്ടോളൂ കേട്ടോ. ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദേന വിരചിതം ശ്രീമദ് നാരായണീയാദ് ഭക്തി പ്രാർത്ഥന നാമ ദ്വിതീയ ദശകം അഹം അത്ര ആലപാമി. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലഗത്പ്രോത് ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാത്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടലശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗദകങ്കണോത്തമമഹാരത്നാകുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗതഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചനകാഞ്ചി ലാഞ്ചിതരസത്പീതാംബരാലംബിനീ ആലംബേ വിമലാംബുജദ്വിതിപദാം മൂർത്തിം തവാതിച്ഛിദം യത്രൈലോക്യമഹീയസോऽपि महितं सम्मोहनं मोहनाल कान्तं कान्तिनिधानतोऽपि मधुरं माधुर्यधुर्यादपि सौन्दर्योदरतोऽपि सुन्दरतरं त्वद्रूपमाश्चर्यतोऽप्याश्चर्यम् भुवने न कस्य कुतुकं पुष्णाति विष्णो विभो तत्तादृन्मधुरात्मकं तभवप सम्प्राप्य सम्पन्मयी सा देवी परमोत्सुका चिरजरं नास्ते स्वभक्तेष्वपि तेनास्या बलकष्टमच्युता विभो त्वद्रूपमानोद्यगप्रेमस्थैर्यमया अजाबलबलाल् चापल्यवार्तोदभूत् लक्ष्मीस्तावकरामणीयगहृदैवे परेष्वस्तिरेत्यस्मिन्नन्यदपि प्रमाणमधुना वक्ष्यामि लक्ष्मीपते. त्वद्ध्यानगुणानुकीर्तनरसा सप्ताहि भक्ता जना स्तेष्वेषा वसति स्थिरैव दैवप्रस्तावदद्धादरा एवं भूतमनोज्ञदा नवसुधा निश्यन्दसन्दोहनं त्वद्रूपं परचिद्रसायनमयं चेदोहरं शृण्वताम् सद्य प्रेरयते मतिं मदयते रोमाञ्चयत्यङ्गदं व्यासिञ्जत्यपि शीतबाष्पविसरैरानन्दमूर्च्छोद्भवैः एवं भूतदया हि भक्त्यभिहितो योगस्य योगत्वयात् कर्मज्ञानमयात् कृशोत्तमतरो योगीश्वरैर्गीयते सा
അടിപൊളി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ സന്തോഷ വീഡിയോ, അതായത് ഉണ്ണിക്കുട്ടൻ്റെ പാട്ടും കേട്ടു നിങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ പിറന്നാൾ വിശേഷങ്ങളും കേട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട 2 സാധനങ്ങളാണ്, ഒന്ന് മേക്കപ്പ്, ഒന്ന് മൂക്കുത്തി കേട്ടോ. പിന്നെ സന്തോഷമല്ലേ അത് നിങ്ങളോട് പങ്കുവെച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.